റൈറ്റിംഗ് ഞാൻ കൊടുത്തിരുന്ന വിശുദ്ധരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഔസേപ്പ് പിതാവും കൊച്ചു തെരേസ പുണ്യാളത്തെയുമാണ്. ഇത് നമ്മുടെ ഫൈനൽ അറ്റംപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ എഴുതിക്കോണെന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ചിട്ട് എഴുതാൻ വേണ്ടി തുടങ്ങി. നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. അങ്ങനെ നമ്മൾ എക്സാം ഹോളിൽ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചൊക്കെ നോക്കി. അതിനുശേഷം ഞാൻ ആ പെൻസിൽ വെച്ചിട്ട് എന്റെ ആ ഒരു എക്സാം ഹോളിൽ ആ ഒരു എക്സാം ഷീറ്റിൽ പെൻസിൽ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെയല്ല, ഇത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല എന്റെ പേപ്പറിൽ ഞാൻ എഴുതുന്നത്. ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു ഓർഗനൈസേഷൻ മാറുന്നു, ഹാൻഡ് റൈറ്റിംഗ് മാറുന്നു, സ്റ്റൈല് മാറുന്നു, വേ ഓഫ് പ്രസന്റേഷൻ മാറുന്നു, അങ്ങനെ കംപ്ലീറ്റ് മാറി. ആ റൈറ്റിംഗ് പേപ്പർ ഞാൻ എഴുതി തീർന്നു. ഗ്രാമറിന്റെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെയല്ല, കംപ്ലീറ്റ് ഇങ്ങനെ മാറിയിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ എന്റെ കൈകൊണ്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോകുക. എഴുതി തീർന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടതും എക്സാമിന്റെ ടൈം തീർന്ന് ഒരുമിച്ച.